ഫുഡ് എത്ര കഴിച്ചാലും മതി വരാത്ത അവസ്ഥ. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ എന്തൊക്കെയോ കഴിക്കണമെന്ന് തോന്നൽ. ഇനി ഫുഡ് കഴിക്കാൻ തോന്നിയാലോ മണിക്കൂറുകളോളം നിർത്താതെ കഴിക്കുക. എന്നിട്ടും കഴിച്ചതിന്റെ പേരിൽ സ്വയം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുക. ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഇതൊരു സാധാരണ വിശപ്പല്ല, ഇതൊരു മാനസികാവസ്ഥയാണ്. കാരണം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആയ ബുളിമിയ നെർവോസയാണിത്. കഴിഞ്ഞ ദിവസം ബോളിവുഡ് നടി ഫാത്തിമ സന ഷെയ്ഖ് തുറന്നു പറഞ്ഞ അവരെ വർഷങ്ങളോളം അലട്ടിയ ആ അവസ്ഥ തന്നെയാണിത്. ശരിക്കും എന്താണ് ബുളിമിയ? ഇത് ഒരാളെ എങ്ങനെ ബാധിക്കും എന്നതും വിശദമായി നോക്കാം. ബുളിമിയ നെർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡറിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. അതാണ് ബിഞ്ചിങ് ആൻഡ് പർജിങ്. ബിഞ്ചിങ് എന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കലാണ്. ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിയന്ത്രണമില്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഇത് വിശപ്പിന്റെ പേരിലല്ല, മറിച്ച് സമ്മർദ്ദം, വിഷാദം, ഏകാന്തത തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഇനി പർജിങ് എന്നാൽ അത് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. അമിതമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തോന്നുന്ന കുറ്റബോധവും വണ്ണം വെക്കുമോ എന്ന ഭയവും കാരണം കഴിച്ചതും പറഞ്ഞ് കളയാൻ ശ്രമിക്കുന്നു. കഴിക്കുകയും വേണം, പക്ഷെ വേണ്ടായിരുന്നു എന്ന ഒരു തോന്നലാണിത്. ചിലർ ഛർദ്ദിച്ചു കളയുന്നു, മറ്റു ചിലർ അമിതമായി വ്യായാമം ചെയ്യുന്നു, അല്ലെങ്കിൽ ലാക്സേറ്റീവ് ഗുളികകൾ കഴിക്കുന്നു. അതേസമയം ഈ ബിഞ്ചിങ്ങും പർജിങ്ങും കൂടെ ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ ദഹന പ്രശ്നങ്ങൾ, പല്ലുകളുടെ കേടുപാടുകൾ, നിർജ്ജലീകരണം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി കണ്ടുവരാറുണ്ട്. ഇത്തരം ഈറ്റിംഗ് ഡിസോർഡറുകൾ ഒരു ജീവിതശൈലി പ്രശ്നമല്ല, മറിച്ച് ചികിത്സ വേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. അങ്ങനെ വേണം ഇതിനെ കാണാൻ. നടി ഫാത്തിമ സന ഷെയ്ഖ് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ദംഗൽ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് തനിക്ക് ഈ അവസ്ഥ ആരംഭിച്ചതെന്നാണ് ഫാത്തിമ പറയുന്നത്. 2 വർഷത്തോളം അവർ ബുളിമിയയുമായി മല്ലിട്ടു. കൂടാതെ ഇത്തരം താരങ്ങളുടെ തുറന്നു പറച്ചിലുകൾ ഇത്തരം പ്രശ്നം രഹസ്യമായി കൊണ്ടു നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം തേടാൻ പ്രചോദനമാകും. ബുളിമിയ നെർവോസ പോലുള്ള ഈറ്റിംഗ് ഡിസോർഡറുകൾ ശരിക്കും അമിതമായ ചിന്ത, വണ്ണം വെക്കുമോ എന്ന പേടി, പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള മടി, മാനസിക സമ്മർദ്ദം എന്നിവയിൽ നിന്നാണ് കൂടുതലായും ഉണ്ടാകുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ഒരു രഹസ്യമല്ല, തുറന്ന് സംസാരിക്കുക തന്നെ വേണം. ശേഷം ഒരു ഡോക്ടറുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ സഹായം നിർബന്ധമായും തേടണം. കാരണം ഇത് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് വഴി മാത്രമേ ഈ ഡിസോർഡർ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ചികിത്സയിലൂടെ ഈ അവസ്ഥയെ നമുക്ക് പൂർണ്ണമായും മറികടക്കാൻ സാധിക്കും.